യേശുക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കുന്നവരെ കൊന്നുമുടിച്ച് നടന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശൗൽ എന്ന് പറയും. ബൈബിളിലെ 13 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചതാണ്. യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരെയും കൊന്നും അവരെ തടവിലാക്കുവാനും അവരുടെ പുരോഹിതന്മാർ, പള്ളിയിലെ പുരോഹിതന്മാരുടെ അധികാര പത്രം മേടിച്ചുകൊണ്ട് ദമസ്കോസിന്റെ പടിക്കലേക്ക് പോവുകയാണ്. യെരുശലേമിൽ നിന്ന് ദമസ്കോസ് ആ പടിക്കലേക്ക് പോകുമ്പോൾ ആ യേശുക്രിസ്തു അവന് പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ ശൗല് തിരിഞ്ഞിട്ട് അവനൊരു അന്ധത വന്നിട്ട് തിരിച്ചവൻ നിലവിളിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ കൊല്ലുവാനും തല്ലുവാനുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടവൻ, അതായത് യഹൂദന്മാരുടെ ന്യായപ്രമാണത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും യഹൂദ മതത്തിന്റെ അനുസരണത്തിനൊത്തവണ്ണം ദൈവത്തെ തള്ളിക്കളഞ്ഞവനുമായിരിക്കുന്നവൻ, ദൈവത്തെ എരിവോടുകൂടെ സേവിച്ചവെങ്കിലും പരിജ്ഞാനപ്രകാരമായിരുന്നില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയ്ക്കൊത്തവണ്ണം ആ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അവൻ വന്നിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു രക്ഷകനാണെന്ന് അംഗീകരിക്കാൻ അവന് പറ്റിയില്ല. യേശു എന്ന ഒരു മനുഷ്യൻ യെരുശലേമിൽ ക്രൂശിക്കപ്പെട്ടുവെന്നും ആ യേശുവിന്റെ നാമത്തിൽ അനേക ജനങ്ങൾ അവന്റെ പിമ്പെ പോയപ്പോഴേ അവന്റെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് അവരെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ശത്രുക്കളായിട്ടാണ് അവൻ കൊല്ലുവാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നുവെന്ന് യേശുക്രിസ്തു അവനോട് പറഞ്ഞു. എന്നാൽ യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ചിട്ടില്ല. യേശുക്രിസ്തുവിനെ നേരിൽ കണ്ടിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയത്തുമില്ല. എന്നാൽ നോക്കുവിന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ ദണ്ഡിപ്പിക്കുമ്പോൾ, ക്രൂശിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ തല്ലുമ്പോൾ, കൊല്ലുമ്പോൾ അതെല്ലാം യേശുക്രിസ്തുവിനോട് ചെയ്യുന്നതിനൊത്തവണ്ണം ദൈവം എണ്ണി. പ്രിയപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏതൊരു മനുഷ്യനും ആരെ ദ്രോഹിച്ചാലും അത് യേശുക്രിസ്തുവിനെ ദ്രോഹിച്ചതായിട്ട് ദൈവം കണക്കിട്ട് ഭൂമിയിൽ വെച്ച് നമുക്കൊരു മാനസാന്തരത്തിലേക്ക് വരുവാൻ കഴിയാതെയാണ് മരിക്കുന്നതെങ്കിൽ, മരിച്ചതിന് ശേഷം ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് വിരുദ്ധമായിട്ട് അവന്റെ ദാസന്മാർക്കെതിരെ പറഞ്ഞ ഓരോ വാക്കിനും ദൈവം നമ്മളെ ഈ മണ്ണിൽ നിന്ന് ഉയർപ്പിച്ച് കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട്.